ആ കുപ്പിക്കകത്തേ ശ്രീ ഇതാ കേട്ടോ മൈസൂർ കൊട്ടാരം. അവിടെ ചെരുപ്പൂരി ഇവിടെ കൊടുക്കണം കേട്ടോ, അകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഉരുക്കി എല്ലാവരും ഉരുക്കി. ഇത് കുഴപ്പമില്ല. ഇന്ന് വൈകുന്നേരം ചിലപ്പോൾ ഇത് നമുക്ക് ലൈറ്റ് ഷോ കാണാം കേട്ടോ. 7 തൊട്ട് 8 മണി വരെയാണ്. ഇപ്പോൾ ഞായറാഴ്ച ദിവസങ്ങളിലും പൊതു അവധി ദിവസങ്ങളും. അപ്പോൾ നമ്മൾ വന്നേക്കുന്ന ദിവസമായ ഇന്ന് കാണാൻ പറ്റും. നമുക്ക് അതും കൂടി കണ്ടിട്ട് പോവാം. വൈകുന്നേരം വരെ നിൽക്കണമെന്നേ ഉള്ളൂ. പീരങ്കി എല്ലായിടം നോക്കി പോയാൽ മതി. പീരങ്കിയൊക്കെ ഇരിപ്പുണ്ടേ ആ സൈഡിൽ. ഇത് മൊത്തം കണ്ടോ കേട്ടോ. കണ്ടോ അതിൻ്റെ അകത്തൊക്കെ ഭംഗിയുണ്ടോ? ആ പടം ചിത്രങ്ങളൊക്കെ വരച്ചേക്കുന്നത് ഗേറ്റൊക്കെ. ഇതാ കേട്ടോ നമ്മുടെ ഈ ഇവിടുത്തെ എന്താ പറയുന്നത്, ഗ്യാലറി എന്നൊക്കെ പറയത്തില്ലടാ, അതാ. ഇവിടെ നിന്ന് അങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന് പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ, രാജാക്കന്മാരൊക്കെ അവരുടെ കാലത്ത് അവരിരുന്നുകൊണ്ടിരുന്ന സ്ഥലങ്ങളൊക്കെ ഇതൊക്കെ. ഈ സൈഡിൽ 2 സ്ഥലത്ത് അവർ നിന്നിട്ട് നടക്കിരിക്കുന്നു. അങ്ങനെയൊക്കെയാണ് പഴയ കാലത്തെ. ആ ഫ്രണ്ടിലത്തെ ഗ്രൗണ്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ ഇരുന്ന് കാണാം. ഇന്ന് അവധി ദിവസമാണ്. നല്ല തിരക്കുണ്ടല്ലേ, നല്ല ആൾക്കാരുണ്ടല്ലോ. എങ്ങനെയുണ്ട് ഇത്? കണ്ടോ, നല്ല അടിപൊളിയല്ലേ. പക്ഷെ നമുക്ക് അങ്ങോട്ട് അതിൻ്റെ അകത്ത് കയറാൻ പറ്റത്തില്ലല്ലേ, പുറത്ത് നിന്നുള്ള കാഴ്ചകൾ കാണത്തുള്ളൂ. എന്നാലും എന്നാ ഭംഗിയാ. അങ്ങ് വരെ കാണാമല്ലോ. അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം. ഇതാണ് പഴയ കാലത്ത് രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന ലിഫ്റ്റ്.
എവിടെ നോക്കിയാലും പെയിൻറ്റിങ്ങും കാര്യങ്ങളെല്ലാം എല്ലാം അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. തടിയുടെ കൊത്തുപണി ആയാലും ലൈറ്റ് ആയാലും എല്ലാം പ്രത്യേകത കേട്ടോ. അല്ലേ, അടിപൊളിയല്ലേ? ഇത് ഇവരുടെ സഭയാണോ ഇത്? പേടിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇത് അവരുടെ സഭയാണ് വെച്ചത്. പഴയ കാലത്തെ രാജാക്കന്മാരൊക്കെ ഇരുന്നത് ഇവിടെ നിന്ന് ഉണ്ടോ ഇങ്ങനെ ആൾക്കാർ നോക്കുന്നത് അങ്ങനെ. അപ്പം ശ്രീഹരി ഇതൊക്കെ ശരിക്കും കണ്ടോ കേട്ടോ. ശിവകോട്ടം കാണുന്നുണ്ടോ ഇത്? ആ, അടിപൊളിയല്ലേ ഇത്? ഇഷ്ടപ്പെട്ടോ? ആ, നമുക്ക് പിന്നെ വലുതാക്കി വരാം കേട്ടോ ഇതിലൊക്കെ. ആ, അതുകൊണ്ടേ അല്ലല്ല അത് കുഴപ്പം. ആ ശിവക്കോട്ട ഓർഡർ ചെയ്തു കേട്ടോ. സൂക്ഷിച്ചിറങ്ങുള്ളൂ സാർ. ആ, സ്റ്റെപ്പ് കണ്ടോ, ഇങ്ങനത്തെ സ്റ്റെപ്പ്. അതുകൊണ്ടേ നീ ഇതിന് കൈ പിടിച്ചാണേ. ഓ ആ ശരിയാ. അല്ല ഇവര് അല്ല നമ്മളില്ലായിരുന്നു, ഇവർ കാണുമായിരിക്കും ചിലപ്പോൾ. ആ അത് 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 ഒരു മര്യാദ ഉണ്ടല്ലോ എന്നേ. അത് അങ്ങനെ ഇവിടെ ചെയ്യേണ്ടിയായിരുന്നു. അതെ, അല്ല അത് പ്രതീക്ഷിക്കാൻ വേണ്ടെന്നേ. അല്ല നമ്മളത് അത് ചേട്ടാ ഒരു സാധാരണ ഇതേ. നീ ഇത് ഇതിനൊന്ന് മനസ്സിലായോ? ഇത് മറ്റേ പീരങ്കിയല്ലേ പണ്ടത്തെ? തന്നെ തന്നെ. നമ്മൾ നടന്നില്ലേ, ഇനി ആ വഴിക്ക് ഓപ്പോസിറ്റാണ് നടക്കുന്നത് കേട്ടോ. ഇതിലാണ് കയറി പോകേണ്ടത്. ഈ വഴി പോകുന്നില്ല നമ്മൾ. ഇതിലെ അങ്ങോട്ട് അകത്തേക്ക് കയറുന്നത് ഇതുണ്ട്. ഇതൊക്കെ എന്നെ ഭംഗിയാടാ കാണാൻ. കണ്ടടാ നീ ശിവ? ഇഷ്ടപ്പെട്ടോ ശിവ? ആ, ഇതെന്താ ശരിക്ക്? നീ അറിയോ? ശില്പികളുടെ കഴിവാണ്. ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഇത്രയും ഇതായിട്ട് പറ്റും. അതാണ് അവരെ പെയിന്റ് ഒക്കെ ചെയ്തേക്കുന്നേ. അടിപൊളിയല്ലേ? ആ, അത് തന്നെയാ പറഞ്ഞത്. ഇങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? സൂപ്പർ. ആ, അടിപൊളി കേസല്ലേ? നമുക്കിങ്ങനെ കാണാൻ പറ്റി. ഇവിടെ ജീവിച്ചിരുന്നവരുടെ കാര്യം നോക്കി എന്നെ അടിപൊളിയായിരുന്നു അവരുടെ ജീവിതം. അവർ ഇതിൻ്റെ അകത്ത് രാജകീയ സുഖം എന്നൊക്കെ പറയത്തില്ലേ? രാജാവ് രാജകീയ സുഖം എന്നൊക്കെ പറഞ്ഞു. അതാണ് സംഭവം. ഇങ്ങനെ അടിപൊളിയല്ലേ? പിന്നെ രാജാക്കന്മാരില്ലായിരുന്നോ? രാജാക്കന്മാരല്ലേ ഇതുവരെ താമസിച്ചുകൊണ്ടിരുന്നത്. രാജാവിൻ്റെ കൊട്ടാരമാണ് അത്. ഇപ്പോൾ ഇത് രാജാവൊക്കെ ഇവിടെ നിന്ന് മാറിപ്പോയി. അവർ ഇതുകൊണ്ടൊക്കെ ആയപ്പോഴത്തേനും മാറിപ്പോയി വേറെ സ്ഥലങ്ങളിൽ താമസിക്കാൻ തുടങ്ങി. അവിടെ ഉണ്ട്, മൈസൂരിൻ്റെ ഉണ്ട് അവരുടെ കുടുംബവും കാര്യങ്ങളൊക്കെ.
भंगार तो जरी भंगार हाँ भंगार मिलेगा When our Maharajah visited in 1926, and celebrations were made, standard boxes, this is silver boxes. Look on the top of the casket, Father of Nation, Mahatma Gandhi, that makes in the elephant ivory. That is the makes in the elephant ivory. Ivory, sir. All, sir. Anakumba. സാധനമില്ല വെള്ളിയുടെ അത് ഞാൻ ആദ്യമായിട്ട് ഇപ്പം കാണുന്നത് ഓർക്കുന്നില്ല കേട്ടോ അല്ല അന്നത്തെ ഇത് കേട്ടോ ഓരോരുത്തരുടെയും ആ പേര് താഴെ അന്ന് അവരൊന്നും വിചാരിച്ചിട്ടുണ്ടാവില്ല അവരുടെ പേര് താഴെ Rajendra Mansell Vilasa. Rajendra Mansell Vilasa. Samadero. ആ ഏറ്റവും മേളിൽ കാണുന്നതാണ് ചാമുണ്ടേശ്വരി അമ്പലം അത് 200 മീറ്ററിൽ അങ്ങോട്ട് പോകാനുള്ള 250 മീറ്റർ ഉള്ളോ എല്ലാവരും ഒളിച്ചൊളിച്ചാണ് ഫോട്ടോ എടുത്ത് തന്നു ശിവക്കുട്ടാ ഇത് ശ്രീ എന്തിടാ സംഭവം ഇതാ ഇവിടെയാണ് പണ്ട് കാലത്ത് ഈ ഗുസ്തിയും കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്ന് തോന്നുന്നു കാരണം രാജാക്കന്മാരൊക്കെ അതിൻ്റെ ബാൽക്കണിയിലും കാര്യത്തിലൊക്കെ ഇരുന്നാണ് അവർ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് കാരണം ഈ ഗ്രൗണ്ടിലേക്ക് നമ്മളെ അവിടെ വെച്ചായിരിക്കും കാരണം ഇപ്പം നമ്മളെ ഇറക്കത്തില്ല അങ്ങോട്ട് കാരണം അത് അവർ അതുപോലെ സൂക്ഷിക്കുന്നുണ്ട് സംഭവം ആ തറയും കാര്യങ്ങളും എല്ലാം ഭംഗിയായിട്ടുണ്ട് അവർ വെച്ചാൽ നമുക്കിറങ്ങാൻ പറ്റത്തില്ല അങ്ങോട്ട് ഇറങ്ങത്തില്ല അത് കാരണം ഇവിടെയാണ് പഴയ കാലത്ത് ഗുസ്തിയൊക്കെ നടക്കുന്നതായിരിക്കും
ഫുള്ള് ഗ്ലാസ്. ഇത്രയും കണ്ണാമൂന്ന് ഇതൊക്കെ അവരിരുന്ന് ഉപയോഗിച്ചിരുന്ന കസേരയാന്ന് തോന്നുന്നു. സിൽവർ ചെയർ എന്നൊക്കെ പറഞ്ഞത് അല്ലേ? രാജകുമാരിരുന്ന് കണ്ടോടാ, രാജകുമാരിൻ്റെ കസേര കേട്ടോ. എന്തോ അവിടെ രാജാക്കന്മാരാണെന്ന് അറിയിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതിനെ കാരണല്ല അവിടെ ഒരു കസാരയല്ലേ ഇരിക്കുന്നത്. മനസ്സിലായല്ലേ? ഇത് ആനക്കൊമ്പ് ഉണ്ടടാ. ഇതാണ് കസേര, രാജകുമാർ ഉപയോഗിച്ചിട്ടുള്ള കസേര കണ്ട. ഇതുണ്ടോ ഇതിൻ്റെയൊക്കെ ടൈലുണ്ട് തറയിലെ. ആ തറയിൽ ടൈലൊന്നും നമ്മൾ ചെരുപ്പിട്ടില്ലെങ്കിൽ, ചെരുപ്പിട്ടോണ്ട് കയറ്റിയല്ല അവർ, എങ്കിലും ആ സംഭവം ഒന്നും പോയിട്ടില്ല. ചെരുപ്പിടാതെ നടന്നിട്ട് കൂടി തറയിലെ ഭിത്തിയിലൊക്കെ ടൈല് ക്വാളിറ്റി ഉണ്ടായിരിക്കും. അതാണ് ഭിത്തിയിലെ പടങ്ങളും ക്വാളിറ്റിയുള്ള സാധനങ്ങളുമാണ് അവർ പണിയുന്നതും, അതുപോലെ തന്നെ അതിൻ്റെതായ ക്വാളിറ്റിയിലാണ് ആയിരിക്കും പണിതേക്കുന്നത്. അതിൻ്റെയൊക്കെ ഭിത്തിയിലും അത് നമ്മുടെ കൈയെത്തുന്നിടത്തൊക്കെ അത്യാവശ്യം കൈയെത്തുന്ന സ്ഥലങ്ങളെല്ലാം ഒരു ടൈലാണ് ഒട്ടിച്ചേക്കുന്നത്. ആ ടൈലും ഒരു പ്രത്യേക സൈസ് ടൈലാണ്. നമ്മളിപ്പം കാണുന്ന കൂട്ട് ടൈലല്ലല്ലോ, പഴയകാല ടൈൽ എന്നൊക്കെ പറയുന്നത് തന്നെ തോന്നും. കഷ്ടപ്പെട്ട് വന്നതിന്, അവിടുന്ന് ഇവിടെ വരെ കഷ്ടപ്പെട്ട് വന്നതിന്. ഇതാന്ന് തോന്നുന്നു അവിടുത്തെ രാജമുദ്ര കേട്ടോ, പഴയ കാലത്തെ ആ ഗേറ്റ് വെച്ചേക്കുന്നുണ്ടോ. ഇതാ രാജമുദ്ര എന്നൊക്കെ പറയത്തില്ല, അതായിരിക്കും. ഗോൾഡ് தான்.
ഉണ്ടായിരുന്നു ഇത് ഈ ഈ ശില്പത്തിലുണ്ട് ഒരു ജീവനുള്ള പോലെ ഇല്ലേ. നമ്മൾ ഏത് സൈഡിൽ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റുന്ന രീതിക്ക് നോക്കുമ്പോൾ ഇത് ഈ ശില്പം നമ്മളെ നോക്കുന്നത് എന്നെയല്ലേ എനിക്ക് നോക്കി. എനിക്ക് അത് തന്നെ തോന്നുന്നു. മൈസൂർ പാക്ക് அப்படி இல்லைங்க திரும்புங்க. உட்காந்து பார்க்கணும் കാണിച്ചു കാണിച്ചു വിടുന്നു. ಆಚೆ ಹೋಗ್ತೀವಿ ಇಲ್ಲ ಮೇಲೆಲ್ಲ ಹೋಗಿ ಎಲ್ಲ ಹೆಂಗೆ ಪೇಂಟ್ ಮಾಡೋದು. ಅದು ಮೊದಲೇ ಮಾಡಿರ್ತಾರೆ ಮಾಡಿ നീ ഇതേ അപ്പുറത്ത് കാണുന്ന ആ സ്റ്റെപ്പില്ലേ, അവിടെ ഞാൻ കയറി വരുന്നതിൻ്റെ ഒരു വീഡിയോ എടുക്കണേ. ഇത് ഇപ്പം കാണിച്ചു തരാം. ഈ സ്റ്റെപ്പ് കയറി വരുന്നത് എന്നെ ചുമക്കുന്നുണ്ടോ കൊച്ചേ? കൊച്ച് ചുമക്കുന്നുണ്ടോ? കാലാവസ്ഥ കേട്ടോ. നീതു ഇവിടെ വാ, അമ്മച്ചി അച്ഛായി വാ വാ ഓടി വാ. ഇപ്പോൾ ലൈറ്റ് ഷോ തുടങ്ങും. വാ വാ, ആ ലൈറ്റ് തെളിച്ചു കേട്ടോ. വാ, അടിപൊളി, സൂപ്പർ സൂപ്പർ. ഇത് നമ്മളിപ്പോൾ കയറി വന്ന ഈ കാവാടത്തിൽ കൂടി നമ്മൾ കയറി പോയത്. അല്ല സൺഡേ ഇട ദിവസം ഉണ്ട്. ഇട ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവധി ദിവസങ്ങൾ, ഞായറാഴ്ച വിശേഷ ദിവസം. പിന്നെ ഇവിടെ ഇത് കിട്ടില്ലേ ഹോളിഡേ എന്ന് പറയാൻ ആഘോഷമില്ല, മറ്റേ എന്താ പറയുന്നതിന് ദസറ അത് തന്നെ. അന്ന് ആ പരിപാടിക്കും അന്ന് ആ സമയത്തും ഇത് മൊത്തം തെളിക്കുന്ന പറഞ്ഞാൽ കേട്ടത് വൈകുന്നേരങ്ങളിൽ. ആ അല്ലല്ല ഇതാണ് കൊട്ടാരം. ഊ എന്നാ അടിപൊളി. ഇവിടെ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഫോട്ടോ എടുക്കാം. അവർ ചോദിക്കുക എങ്ങനെ എടുത്തു തരുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുക. അവർ തന്നെ പ്രിൻ്റ് എടുത്ത് തരുമായിരിക്കും. ചോദിച്ചു നോക്കാം. ഒരു താമസമില്ലായിരിക്കും. ഇത് നമ്മളത് പകല് കാണുന്നവരല്ല കേട്ടോ. എൻ്റെ പൊന്നെ, നമ്മൾ പകല് നോക്കുമ്പോൾ അങ്ങനെയല്ല, ഇങ്ങനൊരു ഭംഗിയല്ല കാണുന്നത്. നമ്മൾ സിനിമയ്ക്ക് ഏതൊക്കെ കാണുന്ന പോലെ അല്ലേ. എൻ്റെ പൊന്നെ, എന്നാ ഭംഗി കാണാൻ. ഇതൊക്കെ ന്യായം. ലൈറ്റ് ഉണ്ടല്ലോ, ബൾബുണ്ടല്ലോ. ഇത് അതെ ഓരോ കവാടത്തിന്റെ ഷേപ്പ് അതിനനുസരിച്ച് അവർ ലൈറ്റ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടോ. ഇതാ ഫ്രണ്ട് അല്ലേ നമ്മൾ മുമ്പ് മേളിൽ നിന്നുണ്ട്. ആ കൊത്തുപണിയൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ അതേ ആ സ്റ്റൈൽ തന്നെയാണ് ആ ബൾബ് ഓരോന്നും പിടിപ്പിച്ചേക്കുന്നത്. എല്ലാവരും തന്നെ ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കൊന്ന് ഫോട്ടോ നോക്കാം, ഇങ്ങനെ ചോദിച്ചു നോക്കാം അവരോട്. ഇത് ഇപ്പുറ സൈഡ് കേട്ടോ.
അപ്പുറത്തെ അമ്പലത്തിൻ്റെ പോലെ അതില്ലേ അവിടെ. ഇത് പകലത്തേക്കാൾ ഇപ്പോൾ ആൾക്കാർ ലൈറ്റ് ഷോ കാണാൻ വേണ്ടി കൂട്ടിയിട്ടുണ്ടല്ലേ. പകൽ ഇത്ര തിരക്ക്. തിരക്കില്ലായിരുന്നു. എന്നായാലും നമ്മൾ വന്ന ദിവസം നല്ല കേട്ടോ. നമ്മൾ അറിയാൻ മേലാതെയായാലും വന്നേ. ആൾക്കാരായാലും മറ്റേ അവധി ദിവസം അല്ലെങ്കിൽ സൺഡേ നോക്കി വരുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യൂ അതെന്തായാലും ഇവിടം വരെ വന്നിട്ട് ഈ ഒരു വ്യൂ മിസ്സായിട്ടുണ്ട്. നഷ്ടം അല്ലേ. നഷ്ടം. നമ്മൾ വന്ന ദിവസം കറക്റ്റാണ്, അറിയാൻ മേലാതെ വന്നായാലും. എന്നാ പോയേക്കാന്നാ. ഓക്കെ. നാളെ ഇപ്പോൾ അടുത്ത് ചാമുണ്ടേശ്വരി ഹിൽസും പോകണം, ഫിലോമിന ചർച്ച് അവിടെയൊക്കെ പോകാൻ കിടക്കും. എന്നാൽ റൂമിലേക്ക് പോയേക്കാം അല്ലേ. ശിവ പോയേക്കാം, റൂമിൽ പോകാം. മടുത്തില്ലേ കൊച്ചി, ഇതെല്ലാം കണ്ടില്ലേ?